സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നാളെ 2.71 കോടി വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇനി ഈ ഒരു ദിവസം മാത്രമാണ് ഉള്ളത്. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. എന്നൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കേരളം ഇനി വിധിയെഴുത്തിന് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ രാവിലെ 7 മണി മുതൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. 2,71,96,936 വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും 23 ദിവസം നീണ്ട വലിയ പ്രചാരണങ്ങൾക്ക് ഇന്നലെയാണ് സമാപനമായത്. വലിയ ദേശീയ നേതാക്കളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രമുഖരുടെ ഒരു നീണ്ട നിര ഈ കാലത്ത് നമ്മൾ കേരളത്തിൽ പ്രചാരണത്തിനായി കണ്ടു. എല്ലാ നേതാക്കളും ഒന്നടങ്കം കേരളത്തിലേക്ക് എത്തി. എല്ലായിടത്തും റാലികൾ, റോഡ് ഷോകൾ, പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് കണ്ടു. ഇതിനിടയിൽ പല വിവാദങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുന്നത് കണ്ടു. പല വിവാദങ്ങൾ, അത് ഡീലാരോപണമായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളിൽ അവസാന നിമിഷം 2 മുഖ്യമന്ത്രിമാരുടെ 2 വാവിട്ട വാക്കുകൾ, രേവന്ത് റെഡ്ഡിയുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അതുപോലെ തന്നെ രേവന്ത് റെഡ്ഡിയുടെ പോമോനെ വിജയ പരാമർശവും ഒക്കെ ചർച്ചയാകുന്നതും കണ്ടു. ഇന്നലെ പ്രധാനമായും ചർച്ചയായത് പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച വിഷയമാണ്. അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയ ഒരു പ്രചാരണമാണ് ഈ ഘട്ടത്തിൽ ഒക്കെ 23 ദിവസം നടന്നത്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് LDFും വികസന മുരടിപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള പുതിയ വാഗ്ദാനങ്ങളും ഒക്കെ നൽകി UDFും കളം പിടിച്ച് മുന്നോട്ട് പോകുന്നതും കണ്ടു. ഏതായാലും ഇനി അതിനെല്ലാം വിധി എഴുതുന്ന ദിവസമാണ് നാളെ. ഇതിൽ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്ത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും ഉള്ളത്. അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസം UDF ആവർത്തിക്കുകയാണ്. 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിക്കുമ്പോൾ പിണറായി 3.0 സർക്കാർ വരും എന്നുള്ള ആത്മവിശ്വാസമാണ് LDF പറയുന്നത്. വികസനത്തിന് ആളുകൾ വോട്ട് ചെയ്യും, വികസന തുടർച്ചയ്ക്ക് ആളുകൾ വോട്ട് ചെയ്യുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു. 12ഓളം സീറ്റുകളിൽ വിജയമുറപ്പിക്കാൻ കഴിയുമെന്ന് NDAയും വിശ്വസിക്കുന്നുണ്ട്. BJP കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അക്കൗണ്ട് അത് പോയിരുന്നു. നേമത്തായിരുന്നു ഉണ്ടായിരുന്ന ഒരു സീറ്റ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരുന്നു. ഇത്തവണ നേമമടക്കം 12 സീറ്റുകൾ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പുമുള്ളത്. ഏതായാലും നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 30,495 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോളിംഗ് ജോലികൾക്കായി 1.46 ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2040 പ്രശ്നബാധിത ബൂത്തുകളാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ 160 കമ്പനി കേന്ദ്ര സേനയ്ക്കാണ് അതിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 76,000-ഓളം പോലീസുകാരെ, അത് കേന്ദ്രസേനയുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ പോലീസുണ്ട്, അങ്ങനെ 76,000-ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ള കാര്യം ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ അറിയിച്ചിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായി കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ മുന്നണികളും ഉള്ളത്. ശരി, എന്തായാലും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നാളെയാണ്. 2.71 കോടി വോട്ടർമാരാണ് വിധിയെഴുതുന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. ഈ ദിവസം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.